ഇനിയില്ല തൻ്റെ പ്രിയപ്പെട്ട ആ 4 കൂട്ടുകാരികളെന്നും ഇപ്പോഴും ഒരു പക്ഷേ ആ കുഞ്ഞിനെ മനസ്സിലായി കാണില്ല. കാരണം അവൾ ആ ഒരു ഷോക്കിലാണ്. തൻ്റെ പ്രിയപ്പെട്ടവരെ കുറിച്ച് അവൾ ഒരുപാട് സംസാരിച്ചിരുന്നു ഇന്നലെ. അതിൽ അവളെയൊക്കെ ഏറെ വേദനിപ്പിച്ചത് അജിനയെ ഏൽപ്പിച്ച നിത, മരണപ്പെട്ട ഒരു പെൺകുഞ്ഞ് നിത അജിനയെ ഏൽപ്പിച്ച നനഞ്ഞ കുടയും റൈറ്റിംഗ് പാഡും ഒക്കെ അവൾ എടുത്ത് കാണിച്ചപ്പോഴാണ്. അത് കണ്ടപ്പോൾ ഒരാൾ പോലും കരയാതിരുന്നുണ്ടാവില്ല. കാരണം ആ പെൺകുഞ്ഞ് വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞ റൈറ്റിംഗ് പാഡും കുടയും ഒക്കെ ഇപ്പോൾ അവളില്ലാതെ, നിതയില്ലാതെ അജിനയുടെ കയ്യിൽ ബാക്കിയായിരിക്കുകയാണ്. അജിനയുടെ ഒരു പെൻസിൽ ഹൃദയുടെ കയ്യിലുണ്ട് എന്നും അജിന പറയുന്നുണ്ടായിരുന്നു. അത് നീ വൈകുന്നേരം എൻ്റെ വീട്ടിലെത്തിയിട്ട് എനിക്ക് തന്നാൽ മതി, നീ കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞു കൊടുത്തതാണ്. പക്ഷെ അത് വാങ്ങാൻ ആ പെൺകുഞ്ഞില്ല എന്നുള്ളത് നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിക്കുന്നതാണ്. ഈ എൻ്റെ നനഞ്ഞ കുട ബാഗിൽ വെക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞാണ് നിത അജിനെ ആ ഒരു കുട ഏൽപ്പിച്ചത്. എന്നാൽ പിന്നെ ഈ റൈറ്റിംഗ് ബാഗ് കൂടി നീ പിടിക്കുക എന്ന് പറഞ്ഞാണ് നിത അജിനയ്ക്ക് ആ റൈറ്റിംഗ് പാഡ് കൂടി കൊടുത്തതെന്നാണ് ഇന്നലെ അജിന നമ്മളോടൊക്കെ പറഞ്ഞത്. എന്തായാലും അതൊക്കെ നമ്മൾ ഏറെ വേദനിപ്പിക്കും. കാരണം ആ ഒരു അപകടത്തിന് തൊട്ട് മുൻപ് സംഭവിച്ച കാര്യങ്ങൾ ആ കുഞ്ഞ് ഓർത്തെടുക്കുമ്പോൾ, അതിനുശേഷം അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് തൻ്റെ ആ സുഹൃത്തുക്കളില്ല എന്ന് പറയുമ്പോൾ, ആ റൈറ്റിംഗ് പാഡും കുടയും ഒക്കെ കാണുമ്പോൾ അപ്പോൾ അതെങ്ങനെ താങ്ങുമെന്നുള്ളതാണ്. കാരണം അത് കേൾക്കുന്ന ഒരാൾക്ക് പോലും അത് സഹിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമ്പോൾ ആ പെൺകുഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ടവർ അവരുടെ അവസാന നിമിഷം തൊട്ട് മുൻപ് പോലും അവർ കണ്ടത് അജിനയെയാണ്. അജിന കണ്ടത് ആ 4 കുഞ്ഞുങ്ങളെയാണ്. അവരത് എങ്ങനെ താങ്ങുമെന്നുള്ളതാണ്. കാരണം ആ ഒരു പെൺകുട്ടിക്ക് ആ ഒരു ഷോക്ക് അവരുടെ ജീവിതകാലം മുഴുവൻ ഒരു പക്ഷേ ഉണ്ടാകും. അവളെ അതിൽ നിന്ന് നമ്മൾ കൈപിടിച്ച് കൊണ്ടുവരണം, ജീവിതത്തിൽ നിന്ന് കൈപിടിച്ച് കൊണ്ടുവരണം. ഇപ്പോൾ ഇതാ നമുക്ക് കാണാൻ സാധിക്കും, പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും, ആ 4 പെൺകുഞ്ഞുങ്ങളും ചേതനയറ്റ് ആ ഹാളിൽ അവരെ കാണാൻ ആയിരങ്ങൾ വന്നിരിക്കുകയാണ്. പക്ഷെ അവരത് കാണുന്നില്ല. കണ്ണീർ കടലായി ആ കരിമ്പനക്കൽ ഹാള്, അവിടെ ആ കുഞ്ഞുങ്ങളുടെ പൊതുദർശനം തുടരുകയാണ്. വാക്കുകൾ കിട്ടാതെ, എന്ത് പറയണമെന്നറിയാതെ ഇരിക്കുന്ന ആളുകളെ നമുക്കവിടെ കാണാൻ സാധിക്കും. അവരുടെ സഹപാഠികളെ കാണാൻ സാധിക്കും, അവരുടെ അധ്യാപകരെ കാണാൻ സാധിക്കും. നേരത്തെ ഈ അധ്യാപകരൊക്കെ വന്നപ്പോൾ അവർ നെഞ്ചുപൊട്ടി കരയുന്നതാണ്. കാരണം ഇന്നലെ വരെ ഒരു പക്ഷേ ശാസിച്ച, സ്നേഹിച്ച കുഞ്ഞുങ്ങളാണ് ആ ചേതനയട്ടെ അവിടെ കിടക്കുന്നത്. ഇന്നലെ വരെ അധ്യാപകർ ഉപദേശിച്ച, വാത്സല്യത്തോടുകൂടി തലകൂടിയ കുഞ്ഞുങ്ങളാണ് അവർ അവിടെ കാണുന്നത്. എങ്ങനെ അവരൊക്കെ അത് സഹിക്കുമെന്നുള്ളതാണ്. കാരണം ഇനി ആ കുഞ്ഞുങ്ങളില്ല എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനൊരു പക്ഷേ ആ രക്ഷിതാക്കൾക്കും ആ അധ്യാപകർക്കും ആ സഹപാഠികൾക്കും ആർക്കും കഴിയുന്നുണ്ടാവില്ല എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്നത്. ആയിഷയെ നമ്മൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി കണ്ടതാണ്. ആയിഷയെ അവസാനമായി ഒരു നോക്ക് കാണാൻ ക്ലാസ് ടീച്ചർ നിത്യ എത്തിയത് നമ്മൾ കണ്ടതാണ്. ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും സാധിക്കാതെ ആ ടീച്ചർ വിങ്ങിപ്പൊട്ടിയത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ, അവരെ ചേർത്ത് പിടിച്ചവർ, അവർക്ക് പ്രിയപ്പെട്ടവർ, അവരെ എന്നും കണ്ടിരുന്ന ആ നാട്ടുകാരാണ്, ഒരുപാട് സ്നേഹം കൊടുത്ത് വളർത്തിയ വീട്ടുകാരാണ്, സ്നേഹിച്ച ചുറ്റും കണ്ട നാട്ടുകാരാണ്, എല്ലാവരും ഒരുമിച്ചെന്ന് കൈപിടിച്ച് നടന്ന സുഹൃത്തുക്കളാണ്. എൻ്റെ വീട് നിൻ്റെ വീട് എന്ന് പോലും വ്യത്യാസമില്ലാതെ അടുത്തടുത്ത വീട്ടുകളിലേക്ക് ഓടിയെത്തിയ, അടുത്ത വീട്ടുകളിലെ കുട്ടികൾക്കൊപ്പം കളിച്ച കുട്ടികളാണ് ഇല്ലാതായതെന്ന ഒരു പക്ഷേ അയൽവാസികൾക്കോ നാട്ടുകാർക്കോ ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം അവരൊക്കെ ആ നടുക്കത്തിലാണ് ഇപ്പോഴും. അവർക്കത് വിട്ടുമാറാൻ സമയമെടുക്കും, ആ ദുരന്തത്തെ അതിജീവിക്കാൻ സമയമെടുക്കും. പക്ഷെ അപ്പോഴും ഞാൻ ഓർക്കുന്നത് ആ മാതാപിതാക്കളെ കുറിച്ചാണ്. അവരെങ്ങനെ ആ കുഞ്ഞുങ്ങളുടെ വിയോഗം അത് സഹിക്കുമെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്തതിനപ്പുറമാണ്. കാരണം കുഞ്ഞുങ്ങൾ വരുന്നത് കാത്തിരിക്കുന്ന വീട്ടുകാരാണ്. ആ വീട്ടുകാരാണ് ആ ഒരു വലിയ ദുരന്തത്തിൻ്റെ വാർത്ത അറിഞ്ഞത്. ഒരു പക്ഷേ ആ നാട് മുഴുവൻ തങ്ങളുടെ കുഞ്ഞ് അതിലുണ്ടോ എന്നോർത്ത് അങ്ങോട്ട് ഓടിയതായിരിക്കാം ആ സമയത്ത് നടന്നിട്ടുണ്ടാവുക. ഓരോ വീട്ടിലെയും അച്ഛനും അമ്മയ്ക്കും ആ സമയത്ത് നെഞ്ചിടിച്ചിട്ടുണ്ടാകും. തൻ്റെ മകനോ മകളോ അതിലുണ്ടോ എന്നായിരിക്കാം ഒരു പക്ഷേ ഓരോ മാതാപിതാവും അപ്പോൾ ഓർത്തിട്ടുണ്ടാവുക. അത്രമാത്രം നമ്മളെയൊക്കെ വേദനിപ്പിച്ചൊരു ദുരന്തമാണിപ്പോൾ സംഭവിച്ചത്. ആ 4 കുഞ്ഞുങ്ങൾ ആ ദുരന്തത്തിൻ്റെ തീരാവേദനയായി എന്ന് പറയാം. അത്രമാത്രം കരയുകയാണ് ആ നാട്, വിങ്ങിപ്പൊട്ടുകയാണ്. ആ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളില്ലാതെ അവരെ ഓർക്കാതിരിക്കുന്ന ഒരാൾ പോലും അവിടെ ഉണ്ടാവില്ല. ഒരു പക്ഷേ ഇതുവരെ അവരെ കാണാത്തവർ പോലും അവരെ അവസാനമായി ഒരു നോക്ക് അവിടെ കാണാനെത്തിയിട്ടുണ്ടാകും. അവരെക്കുറിച്ചൊന്നും അറിയാത്ത
ആളുകൾ പോലും അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ, അവസാനമായി അവരുടെ കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കെടുക്കാൻ അവിടെ എത്തിയിട്ടുണ്ടാകും. അത്രമാത്രം അതിദാരുണമായ ആ ഒരു ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ആ നാട്. സി അനുമോദ് ചേരുന്നു വിവരങ്ങളുമായി. അനുമോദ്, ഇങ്ങനെ നേരത്തെ ഭവ്യ പറഞ്ഞതുപോലെ ശോകമുഖമായ അന്തരീക്ഷം, കുരുന്നുകളെ ആദ്യമായി ഒപ്പം അവസാനമായി കാണുവാൻ ആളുകൾ ഒഴുകിയെത്തുന്ന കാഴ്ച ഇപ്പോൾ പാലക്കാട് CPM പി സരിനടക്കമുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ കാണുന്ന ഒരു പ്രധാന കാഴ്ച, ഞാൻ നിൽക്കുന്നത് ഈ കവാടത്തിന് പുറത്താണ്. ഈ കുട്ടികൾക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് പുറത്തിറങ്ങാൻ പ്രായമായവരൊക്കെ ഏറെ സങ്കടപ്പെടുക, പലരും തളർന്ന് വശത്തേക്ക് മാറി നിൽക്കുന്നതിൻ്റെ സങ്കടകരമായ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണാനാകുന്നത്. അതുകൊണ്ട് തന്നെ വിചാരിച്ച വേഗത്തിൽ ഈ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഈ ഒരു പൊതുദർശനം അവസാനിപ്പിക്കാനാകുമോ എന്ന് അറിയുകയില്ല. ഇപ്പോൾ 9:30 പിന്നിട്ടിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും പുറത്തുള്ള വരി നീണ്ടു കിടക്കുകയാണ്. ആളുകളൊക്കെ വളരെ വേഗത്തിൽ പൊതുദർശനത്തിന് കുട്ടികൾക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരെ കണ്ട ശേഷം ആ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. പലരും തൊണ്ടയിലിറങ്ങുന്നുണ്ട്, കാല് വഴുകുന്നുണ്ട്, തളരുന്നുണ്ട്. നമുക്കറിയാം അവരുടെ എല്ലാം മനസ്സിൽ ഉണ്ടായ ആ ഒരു മുറിവ്, അത് അവരുടെ എല്ലാം മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാം. ഒരു നാടൊന്നാകെ ഇവർക്ക് വേണ്ടി തേങ്ങിക്കരഞ്ഞ് ഇവർക്ക് വിട ചൊല്ലുകയാണ് നമ്മളിവിടെ കാണുന്നത്. മഴ പെയ്യുന്നുണ്ട്, പക്ഷേ പൊതുദർശനത്തിന് എത്തുന്നവരെ അതൊന്നും തന്നെ ബാധിച്ചിട്ടില്ല. അവരെല്ലാം മണിക്കൂറുകളായി കാത്തുനിന്ന് ഈ കുട്ടികൾക്ക് അവർക്ക് അവസാനമായി അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങുവാൻ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കരിമ്പന ഗ്രഹാളന്റെ മുൻപിൽ നിന്നും കാണുന്നത്. ഇവരെല്ലാം ഈ നാട്ടുകാരാകണമെന്നില്ല, പല നാട്ടിൽ നിന്നുള്ളവരുണ്ട്. അവരെല്ലാം ഇവിടേക്ക് എത്തിച്ചത്, അവർക്കെല്ലാം നഷ്ടമായത് സ്വന്തം ആരൊക്കെയോ ആണ് എന്ന തോന്നലാണ്. നേരത്തെ നമുക്കെല്ലാം തന്നെ നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ ഇല്ലാതായി എന്ന വൈകാരികമായ ആ ഒരു അവസ്ഥ അനുഭവിക്കുന്നതുകൊണ്ടാണ് തൊണ്ടയിടറുന്നതും കണ്ണു നിറയുന്നതൊക്കെ. ഇവരെ അവസാനമായിട്ട് നമുക്ക് കാണുവാൻ ഇത്രയും അധികം ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തിയതിൻ്റെ ഒരു കാരണവും അവർക്കെല്ലാം അവരുടെ പ്രിയപ്പെട്ടവരായി, സ്വന്തം ഉള്ളവരായി ഇവരെല്ലാം അനുഭവപ്പെട്ടതുകൊണ്ടാണ്.